അതായത് പ്രാർത്ഥനയും പരിശ്രമവും. ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങളാണ്. പ്രാർത്ഥന നമുക്ക് മനക്കരുത്തേകുന്നു. എന്നാൽ ആ മനക്കരുത്ത് നമുക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള മനക്കരുത്തായിരിക്കണം. അല്ലാതെ നമ്മൾ എല്ലാം ഈശ്വരൻ ശരിയാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാകരുത്. നമുക്ക് കർമ്മം ചെയ്യുവാനുള്ള ഊർജം, ആ ഇന്ധനം, അത് നമ്മളിലേക്ക് നിറയ്ക്കുവാൻ വേണ്ടിയുള്ള ഉപാധി മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. അല്ലാതെ സ്വയം പരിശ്രമിക്കാതെ എല്ലാം ഒരു അത്ഭുതം പോലെ സംഭവിക്കുവാനുള്ള ഒരലസന്റെ മനോഭാവമായി നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിണമിക്കരുത്. അപ്രകാരം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരന്റെ പേരിൽ വഴിതെറ്റി ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്.